പിന്നെ പരവണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും അത് ആർക്കും ഉണ്ടാവും, എത്ര കൂളായിട്ടുള്ള ആർക്കും ഉണ്ടാവും. അത് തീർന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്, നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റി. സ്വപ്നം കണ്ട പോലെ തന്നെ ഒരു വീട്. അപ്പുറത്തെ പ്ലോട്ട് ആയാലും ഇവരുടെ തന്നെ പ്ലോട്ടാണ്, മാത്രമല്ല അത് ഭയങ്കര ലഷ് ഗ്രീൻ സ്പേസ് ആയിട്ടുണ്ട് അവിടെ. ഗാർഡൻ അങ്ങനെയായാലും നമ്മുടെ ഗ്രീനറിയും നല്ലതാ, ഉള്ളിലോട്ടായതുകൊണ്ട് ഭയങ്കര ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയർ. നമ്മൾ ഈ സൺഷെയ്ഡ് വരുന്നതും റൂഫിന്റെ ചാട്ടം വരുന്നിടത്തും നമ്മൾ വാർക്ക ചെയ്തു. ആ ചാട്ടം മാത്രം വാർക്ക ചെയ്തു. എന്നിട്ട് ആ വാർക്കയുടെ മുകളിൽ നമ്മൾ ട്രസ് കയറ്റി ഓടിട്ട് ഫിനിഷ് ചെയ്തു. ആ റെയിലിംഗ് കൊടുക്കുന്നത് വഴി ഒരു ഡബിൾ ഹൈറ്റ് ഫീൽ ചെയ്യാനുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് വേറെ ഭംഗി കൊടുക്കുന്നുണ്ട് എസ്തെറ്റിക്കലി. ഇവിടെ നിന്ന് നോക്കുമ്പോ എന്തോ ഒരു സംതിങ് അവിടെ അത് ആ ഒരു ഫീൽ അവിടെ ഉണ്ട്. ഈ ഒരു ഡീറ്റെയിലിംഗ്, ഈ ഒരു മോൾഡിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരു ഒരു ആർച്ച് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ആർച്ചിന് ചെറിയ വ്യത്യാസമുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലും ആളുകൾക്ക് ഇരുന്ന് ഇഷ്ടം പോലെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് എല്ലാ എലമെന്റും നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്റ്റൈലിലോട്ട് നമുക്ക് എല്ലാത്തിലൊരു പഴമ കാണാൻ പറ്റി. മുക്കിലും മൂലയിലായാലും അവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുകയാണെങ്കിലും പല പല ലെവൽസിൽ നിന്ന് അത് കാണാൻ പറ്റുന്ന രീതിയിൽ ഫോക്കസ് കിട്ടുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പഴയ നേരത്തെ ഉണ്ടായിരുന്ന ഡൈനിങ് ടേബിൾ തന്നെയാണ്. അതെ, അതിന്റെ പുറത്തൊരു ഗ്ലാസ് ഇട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല 6 സീറ്റർ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തു. വീടിന്റെ ഈ ഒരു എലിവേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതാ എൻട്രൻസ് എന്നേ തോന്നുള്ളൂ. ആ രീതിയിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി എൻട്രൻസ് ഈ സൈഡിലാണ്. എൻട്രൻസ് ആയിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്. ഇപ്പൊ ഉച്ചയ്ക്ക് ഇപ്പൊ ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ജനല് തുറന്നിട്ട് കിടന്നാലും നല്ല കർട്ടൻസ് എനിക്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാല് കേർട്ടൻസിന്റെ ആവശ്യം വരുന്നില്ല, എങ്കിലും നമ്മൾ കേർട്ടൻസിനുള്ള പ്രൊവിഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഡബിൾ വിൻഡോയ്ക്ക് ആ ഒരു കാര്യമുണ്ട്, നമുക്ക് കർട്ടൻസിനെ അവോയ്ഡ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു ഓപ്ഷൻ അവിടെ കിട്ടുകയാണ്. ക്ലയൻസിന്റെ തന്നെയാണ് കേട്ടോ, അവരുടെ താല്പര്യമാണ്. ഇപ്പൊ പറഞ്ഞ ക്ലാസ്സിൽ എന്ന് പറഞ്ഞ ഡീറ്റെയിൽ ഇതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. കിച്ചണില് നല്ലപോലെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ എയറി. ഒരു 10 വർഷം മുമ്പേ തൊട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. വന്നപ്പോൾ പെട്ടെന്ന് ഇടിപിടിയുന്നായി പരവണിയിലേക്ക് വന്നത്. കോവിഡിന്റെ സമയത്ത്, കോവിഡ് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ആർക്കിടെക്ട്സിനെ നിപ്പുനും ലിറ്റനും കിട്ടിയത് ശരിക്കും ഒരു ഭാഗ്യമാണ്. അപ്പൊ ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ റൺവേ ഉണ്ടല്ലോ, ആ റൺവേയുടെ തൊട്ടടുത്ത് ഉള്ള ഒരു സ്ഥലത്താണ്. നിങ്ങൾക്ക് ഓൾറെഡി കാണാം, വിസ്താരമുള്ള നല്ല അടിപൊളി ഒരു വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അത്രയും വലിയൊരു ബ്രോഡർ ലുക്കും ഒരു എലഗൻസിന്റെ ഒക്കെ ഒരു ഫീലുള്ള, പ്രായമാകാത്ത കോൺസെപ്റ്റിലുള്ള ചില വീടുകളില്ലേ, അത് എത്ര വർഷം കഴിഞ്ഞാലും അതിന്റെ ഫ്രഷ്നസും മാറത്തില്ല. ആ ഒരു കാറ്റഗറി പെട്ട ഒരു വീടിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ മെയിൻ ശില്പികളായിട്ടുള്ള കൺഫോം സ്റ്റുഡിയോയിലെ വൺ ഓഫ് ദി കോ ഫൗണ്ടറിനെ നമുക്ക് പരിചയപ്പെടാം. ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ നേരത്തെ വന്നിട്ടുള്ളതാണ്, നമ്മുടെ രണ്ടാമത്തെ വർക്ക്. ഹലോ. അതുപോലെ തന്നെ നിപിന്റെ വൈഫും വന്നിട്ടുണ്ട് അല്ലേ? വൈഫ് വന്നിട്ടുണ്ട്, വൈഫും പാർട്ട്ണറുമാണ്. വെൽക്കം ടു ആർക്കിടെക്ട്സ് നിപുൻ. ഷോ, താങ്ക് യു. ഇത് ആർക്കിടെക്ട് നിപുന്. ഒരുപാട് പേർക്ക് നേരത്തെ വീഡിയോയിൽ താഴെ ഒരുപാട് കമന്റും ഒക്കെ ഉണ്ടായിരുന്നു. നിപിന്റെ സംസാര രീതി തന്നെ ഇഷ്ടപ്പെട്ട കുറെ പേരുണ്ടായിരുന്നു. സന്തോഷം. എന്താണ് നമ്മുടെ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു 43 സെന്റ് ആണ് നിലവിൽ നമുക്ക് സ്ഥലം ഉള്ളത്. അപ്പൊ ഇത് തൊട്ടടുത്ത് കാണുന്ന ഇവരുടെ പഴയ വീടാണ്. അപ്പൊ നമ്മൾ 2018 ഫ്ലഡ് അഫക്റ്റഡ് ആയിരുന്ന ഒരു സ്ഥലമാണ്. കാഞ്ഞൂരാണ് ശരിക്കും പറഞ്ഞ സ്ഥലം വരുന്നത്. ഈ ഭാഗമൊക്കെ അല്ലെ? ഈ ഭാഗമൊക്കെ വെള്ളം പോയിട്ടാണ്. വീടിന്റെ തൊട്ട് ബാക്കിലായിട്ട് കുറച്ചുകൂടെ സ്ഥലം ഉണ്ട്, അവർക്ക് പറമ്പുണ്ടായിരുന്നു. അവിടെ നല്ല രീതിയിൽ വീട് പണിയാം എന്നുള്ള ധാരണയിലാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ആയിട്ട് വരുന്നത്. 43 സെൻസിൽ നമുക്ക് ഏകദേശം ഒരു 5,000 താഴെ, റഫ്ലി റൗണ്ട് ഓഫ് ഇത് പറഞ്ഞ 5,000 എന്ന് പറയാം, 10,000 സ്ക്വയർ ഫീറ്റ് ആണ് പ്രൊജക്ട് വന്നിരിക്കുന്നത്. ഇവരുടെ ഒരു തറവാട് വീടായിരുന്നു അത് ബേസിക്കലി. അപ്പോൾ തറവാട് വീടിന് അതിൻ്റെതായ ഒരു ലുക്കും അതിൻ്റെതായ ഒരു ഫീലും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഇതും നല്ല ഓപ്പണിംഗ് ആയിട്ടുള്ളതും പാർക്കിംഗ് ആവശ്യം സൗകര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്തു വന്നിരിക്കുന്നത്. ആൾക്കാർ ഇവരുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നാലും കാർ പാർക്കിങ്ങിനും സൗകര്യം, ഗ്യാതറിംഗ്സിനും ഇതിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഇവിടെ തന്നെ റോഡിന് വേറെ ശല്യം ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ വഴി തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ നമുക്ക് ഇവിടെയുണ്ട്. തൊട്ട് ബാക്കിൽ കാണുന്ന അവരുടെ പറമ്പാണ്. നമ്മുടെ ലേ ഔട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു അത് മുന്നിൽ കണ്ടിട്ടാണ് നമ്മളത് ലേ ഔട്ടിലേക്ക് വന്നത് ടൈമിൽ. അതായത് ഇങ്ങോട്ട് ഇത് നോർത്ത് ഫേസിംഗ് ആണ് ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഇങ്ങോട്ടാകുമ്പോൾ പ്രൈവസി ഉണ്ട്. 3 തട്ടായിട്ടാണ് ആക്ച്വലി വീടിന്റെ ആ ഒരു ലെവലിലോട്ട് എത്തിച്ചേക്കുന്നത് നിങ്ങൾ അല്ലേ? അതെ. അപ്പൊ ഇത്രയും ഏരിയയും നിങ്ങളിപ്പം ആ ഫ്ലഡിന്റെ കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് പൊക്കിയെടുത്തേക്കാണ്. ഇത് കുറച്ച് പൊക്കേണ്ടി വന്നു. ഒത്തിരി പൊക്കേണ്ടി, പറമ്പ് കുറച്ച് അത്യാവശ്യം എലിവേറ്റഡ് ആയിരുന്നു. ഒത്തിരി പൊങ്ങട്ടി വന്നിട്ടില്ല. എന്നാൽ പോലും പിന്നീട് നമുക്ക് ഈ പറയുന്ന പോലെ ഫൗണ്ടേഷൻ കുറച്ചിട്ട് പൊക്കാന്നുള്ള ധാരണയിലുണ്ടായിരുന്നു. കാരണം എങ്ങാനും വെള്ളം കയറി കഴിഞ്ഞാലും അത്യാവശ്യം. അതുപോലെ നമ്മൾ ബൗണ്ടറി വാൾ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഡിസൈൻ പാറ്റേൺ മുതലേ അതിന്റെ ഒരു വീടിന്റെ ഒരു ഇതുമായിട്ട് ഇൻഡിഗോ ഇങ്ങോട്ട് വന്നിരുന്നു.
ഗേറ്റ് മുതൽ ഇത് ആക്ച്വലി ഇത് എന്ത് സ്റ്റൈലാണ് ഇതൊക്കെ നമ്മൾ പറയാനാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെയുള്ള ചില ഭയങ്കര എലഗൻസ് ഉള്ള വീടുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഇത് എന്താണ് നമ്മൾ ഇത് സ്റ്റൈൽ എന്നേക്കാളുപരി നമ്മൾ ഇതിന്റെ ഒരു ഫാമിലിക്കാണെങ്കിൽ വളരെ താല്പര്യമുള്ള ഒരു കൊളോണിയൽ ട്രഡീഷണൽ ഇതിന്റെയൊക്കെ ഒരു മിക്സ് ആണ് ബേസിക്കലി നമുക്ക് പറയുന്നത്. ആർച്ചസ് വരുന്നതെല്ലാം കൊളോണിയൽ ആർക്കിടെക്ചറിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മളിവിടെ കൂടുതലും ഒരു സെഗ്മെന്റ് ഈ ഒരു മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ആർച്ചാണ് ഇത്. ബേസിക്കലി നമ്മൾ ഇപ്പൊ ഇതിന്റെ ചെറിയ ഇവിടെ ആണെങ്കിൽ പോലും നമുക്ക് കാണാം ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. അതിങ്ങനെ പാതി വരുന്ന ഒരു സെഗ്മെന്റഡ് ആയിട്ടുള്ള ആർച്ചസ് ആണ് കൂടുതലും. അതാണ് കൂടുതൽ എംഫസിസ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ ഒരു ചെറിയ എലമെന്റ് വെച്ച് തന്നെ നമ്മളിങ്ങനെ പല രീതിയിലും അത് സ്കെയിൽ അപ്പ് ചെയ്യും, ചെറുതാക്കും. അതിന്റെ തന്നെ മൾട്ടിപ്പിൾ ഐറ്ററേഷൻസും വേരിയേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മൊത്തം വീടിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. വീടും അങ്ങനെ വീടും അങ്ങനെ ആ ഒരു തീം നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ പ്രോജക്റ്റിൽ എല്ലായിടത്തും നമ്മളത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്റർലോക്ക്. അതെ, ഇത് നാച്ചുറൽ സ്റ്റോൺ തന്നെ ഇട്ട് ഇതൊരു സാധാരണ നമ്മുടെ കരിങ്കല്ലിനെയാണ്. കരിങ്കല്ല് ഇത് ഡ്രസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷേപ്പിൽ ചെയ്തിട്ടുള്ള നമ്മളത് ഇടയ്ക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഏരിയയിൽ മൊത്തം പുല്ലും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു ഡ്രൈവേ പോലെ ആയതുകൊണ്ട് ഗ്രിപ്പും കിട്ടും. ആവശ്യത്തിന് ഈ മഴക്കാലത്ത് നടക്കുകയാണെങ്കിലും അതൊരു ആവശ്യമായതുകൊണ്ട് നമ്മളിവിടെ പുല്ലൊന്നും ചെയ്തില്ല. കാരണം ഇവിടെ എന്തായാലും അത് പുല്ല് വെച്ചാലും ചിലപ്പോൾ വണ്ടി പോകുന്നതിൻ്റെയും ഇതിനെക്കൊണ്ട് മേ ബി അത് വേർത്താവില്ലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ അടുത്ത ലെവലോട്ട് നമ്മൾ കയറുമ്പോഴാണ് നമ്മളിവിടെ ഒരു ട്രാൻസിഷൻ. ഇവിടെ നമ്മുടെ ഫ്ലാഗ് സ്റ്റോൺ സ്റ്റൈൽ എന്ന് പറയും. ഇതിങ്ങനെ റാൻഡം ആയിട്ടുള്ള കരിങ്കല്ല് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ പേൾ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ലേഔട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കുമല്ലോ, കിട്ടുന്ന ഷേപ്പിനെ നിങ്ങൾ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പല തട്ടായിട്ടുള്ള പരിപാടിയല്ല ആക്ച്വലി ഇതിന്റെ ഭംഗി ഏരിയൽ വ്യൂ കൂടെ കിട്ടത്തുള്ളൂ. നല്ല ഇതായിട്ട് നമുക്ക് നമ്മുടെ എയർപോർട്ടിന്റെ അടുത്തായതുകൊണ്ട് ഡ്രോൺ പറത്താനുള്ള അനുമതിയില്ല. അതാണ് പ്രശ്നം. ആ ഓട് ഇത് പഴയ ഓട് തന്നെയാണ്. സീസൺ ആയതിന്റെ ഒരു അതെ കളറിന്റെ വ്യത്യാസം, നല്ല ലുക്ക് ഉണ്ട്. പേൾ ഗ്രാസ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് തളർത്ത് നിൽക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതെ നമ്മുടെ ഈ പ്രോജക്റ്റിൽ വേറെ ഒരു ചലഞ്ചും കൂടി ഉണ്ടായിരുന്നു. പ്രൈമറി ഒന്ന് നമ്മുടെ ഫ്ലഡ് വന്ന സ്ഥലമാണ്. നമുക്കിപ്പോൾ ആ സ്റ്റെപ്പ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെയാണ് പഴയ വീടിന്റെ ലെവൽ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഒരു 3 സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം പോലെ വന്ന് നിൽക്കുന്നത്. അത്രയാണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ചലഞ്ച് തന്നെ പ്രൈമറിലി നമ്മൾ എയർപോർട്ടിന് അടുത്താണ് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് ഇനീഷ്യലി ഒരു 2 നിലയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള ധാരണയിൽ നമ്മൾ തുടങ്ങിയത്. പക്ഷേ നമ്മളത് പിന്നീട് നമുക്ക് റിവൈസ് ചെയ്ത് നമുക്ക് ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഇടാൻ കൃത്യമായിട്ടും 6.3 മീറ്റേഴ്സ് നമുക്ക് ഇവിടെ പാടുള്ളൂ. 5 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്തും റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. ഒരു ഫോമൽ ലിവിംഗ്, ഒരു ഫാമിലി ലിവിംഗ് കം ഡൈനിങ്, 2 കിച്ചൺ. ഇതൊക്കെ കൂടി നമ്മൾ ഈ ഒരു ലെവലിൽ 43 സെൻസിലാണ് നമ്മളിതിങ്ങനെ അറേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത്. സ്പേസ് ഈ ഏരിയയിലോട്ട് ഓപ്പൺ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ടുവേർഡ്സ് ബാക്ക് ആൻഡ് ഈ സൈഡൊക്കെ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പ്രൈമറിലി ഒരു പ്രൈവറ്റ് സോണായിട്ടാണ് നമ്മളിങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഇവരുടെ ഈ ഒരു നോർത്ത് സൈഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഏരിയ ആണ് അല്ലേ? അപ്പം ഈ സൈഡിലും ഒരു എൻട്രൻസ് പോലെ വീടിന്റെ ഈ ഒരു എലിവേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതാ എൻട്രൻസ് എന്നേ തോന്നുള്ളൂ. ആ രീതിയിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എൻട്രൻസ് ഈ സൈഡിലാണ്. എൻട്രൻസ് ആയിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പം മുമ്പേ പറഞ്ഞ ആ നേരത്തെ ഈ പ്ലോട്ട് ഉണ്ടായിരുന്ന ഒരു ലെവലിൽ അവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഒക്കെ ഒരു കൊടുത്ത്, അപ്പുറത്തെ പ്ലോട്ട് ആയാലും ഇവരുടെ തന്നെ പ്ലോട്ടാണ്. മാത്രമല്ല അത് ഭയങ്കര ലഷ് ഗ്രീൻ സ്പേസ് ആയിട്ടുണ്ട്. അവിടെ ഉടമ്പുള്ളി ജാതി അതൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ മിക്സ് ആയി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ആ വൈറ്റ് കളറിലെ ചെയറും ഒക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. നേച്ചറിലോട്ട് നോക്കുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് അല്ലേ അവിടെ ഡോറ് തുറന്നു വരുമ്പോൾ. ഒരുപാട് ടൈപ്പിലെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത് പൂക്കളുള്ളതും പൂക്കളില്ലാത്തതും ഒക്കെ. അപ്പൊ ഇവിടെ ആയാലും അത് നിങ്ങൾ കറക്റ്റ് ഇല്ല നീല കളറിലെ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ ക്ലയൻസിന്റെ ഇൻപുട്ട് തന്നെയാണ് മോസ്റ്റ്ലി. ഈവൻ ചെടികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അധികം മെനക്കെടേണ്ടി വന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അതിനുള്ളൊരു സ്പേസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു സ്ഥലം, ഇങ്ങനെ ഒരു ഓപ്പണിംഗ്, ഇവിടെ ഒരു സംഭവം, ഇങ്ങനെ ഇത് കൊടുക്കുക എന്നുള്ള ഇറ്റ്സ് അപ് ടു ദം. പിന്നെ അവർ ദേ ടേക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഡു ആസ് ദേ വാണ്ട്. ഒരു എന്താ പറയണ്ടേ, ഇതൊരു ഡൈസോലൻ ആക്റ്റീവ്. നമ്മൾ ആ സ്റ്റെപ്പ് കയറി ചെല്ലുന്ന നമ്മുടെ ആ ഒരു ഒക്ടോഗണൽ ആയിട്ടുള്ള ആ ഒരു പോർട്ടിക്കോട് അവിടെയും ക്യാൻ ബി കൺസിഡർ ഒരു ചെറിയൊരു സെമി സ്റ്റേജ് പോലെയോ നമുക്ക് അവിടെ കയറി ഇരിക്കുക എന്നുള്ള സ്ഥലമായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോഴും വീടിന്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ നിന്ന് ഇരുന്ന് അങ്ങോട്ട് കാണാം. ഈവൻ അവിടെ നിന്നുള്ള വ്യൂസും നല്ലതാണ്. അവിടെ നമ്മൾ വരാന്തിലിരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന വ്യൂസും വളരെ പ്രൈവറ്റ് ആണ്. കിച്ചൺ വരുന്ന ഈ ഒരു മൂലയ്ക്ക് ആയതുകൊണ്ട് ആര് വന്നാലും നേരെ തന്നെ ഒരു വിഷൻ ഉണ്ട്. കിച്ചണിൽ എപ്പോഴും ആളുള്ളതുകൊണ്ട് വീടിന്റെ ബാക്കിലാണെങ്കിൽ കൂടി നേരിട്ടൊരു വിഷൻ നമുക്ക് ഇവിടെ കിട്ടും. ഒരു കോസി പ്രൈവറ്റ് കിട്ടും. അതെ സെക്യൂർ ഫീലിംഗ് മാത്രമല്ല, ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ അല്ലേ? ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെയുള്ള വ്യൂവും ഈവൻ ആ മെയിൻ ഗേറ്റ് തുറന്നു വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് എക്സസ് ചെയ്യാനും പറ്റും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കര സമാധാനം അല്ലേ? നിബിന്റെ ഒരു ക്യാരക്ടർ പോലെ തന്നെയാണെന്ന് തോന്നുന്നു നിബിന്റെ പ്രൊജക്ട്സിന്റെ ആ ഒരു സ്കോപ്പും സ്കെയിലും പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രൊജക്റ്റും
അതുപോലെ തന്നെ ആയിരുന്നു. അതുപോലെ ഭയങ്കര ഒരു പ്രശാന്തി feel ചെയ്യുമായിരുന്നു. ലൊക്കേഷന്റെ മെച്ചമാണ് ഇതെല്ലാം. ഇച്ചിരി ഒരു കാറ്റിന്റെ കുറവുള്ളൂ. കാറ്റും കൂടെ ഉണ്ടെങ്കിൽ നൈസ് വൈബായിരുന്നു. കാറ്റ് ഉണ്ടാവണ്ടാണ് ഇന്നിപ്പോ നമുക്ക് മൂടിക്കെട്ടി നിൽക്കുന്ന ഇത്തിരി ഒരു ഇവിടെ ആക്ച്വലി ലോക്കലി പാറകൾ അവൈലബിൾ ആവുന്ന ഏരിയ ഒന്നും അല്ലല്ലോ ഇത്. അങ്ങനെ അല്ല, പക്ഷെ ഇതെല്ലാം കൊണ്ടുവരുന്നതാണ് തന്നെ. നമ്മളത് കെട്ടി ചെയ്യുന്ന തന്നെയാണ്. അമേസിന്റെ സ്കില്ല് കാണുന്ന രീതി തന്നെ നമ്മൾ ആ ഒരു എക്സ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ ഫിനിഷസ് എല്ലാം ഒരു നാച്ചുറൽ കരിങ്കലിന്റെ ഫിനിഷിനോട് ചേരുന്ന രീതിയിലുള്ള സംഭവമാണ്. പക്ഷെ ഇതെല്ലാം ഗ്രാനൈറ്റ് ആണ് ബേസിക്കലി സ്റ്റെപ്പിന് ഇട്ടിരിക്കുന്നത്. ഇവൻ നമ്മൾ ഫ്രണ്ടിൽ ഫേസ് ചെയ്യുന്നത് നമ്മൾ ടൈലാണെങ്കിൽ പോലെ ആ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു റസ്റ്റിക് ഫീൽ കൊണ്ടുവരുന്ന ഒരു രീതിയിലുള്ള ഫിനിഷാണ് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ ഇത് ഇറ്റ് നെവർ ഫീൽസ് ഒരു ഫോഴ്സ്ഡ് ഇൻഡോർ സാധനമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ നേച്ചർ എന്നുള്ള ഫീലാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നത്. നമ്മൾ ഇവിടുന്ന് അകത്തോട്ട് വീട്ടിലോട്ട് കയറുന്നില്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ കാണാനുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വീടിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ തോന്നുന്നത്. പക്ഷേ ആക്ച്വലി അത് നമ്മുടെ ഒരു കാർ പോർച്ചും കാർ ഗരാജും പ്ലസ് നമുക്കൊരു ഷെഡും ഒരു സ്റ്റോറേജ് സ്റ്റോറും ഒരു ചെറിയ ടോയ്ലറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ദിസ് ആക്ച്വലി സെപ്പറേറ്റ് ഫ്രം ദ മെയിൻ ബിൽഡിംഗ്. മെയിൻ വീടിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ വിഷ്വലി കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഇതാണ്. ആ മൂലം നിന്ന് കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവം ഇതാണ്. അപ്പോൾ ബേസിക്കലി അത് വീടിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു എക്സ്റ്റൻഷൻ കൊടുത്ത് നമ്മൾ അതിനെ അറ്റാച്ച് ചെയ്ത് സെയിം ഓടൊക്കെ കൊടുത്ത് ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ദി ഹോൾ ഹൗസ്. പക്ഷേ ഇതിപ്പോ നമ്മുടെ ഈ ഒരു 5000 അടുത്തുള്ള സ്ക്വയർ ഫീറ്റിൽ കണക്റ്റഡ് ആണോ? ഇത് കണക്റ്റഡ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അവിടെ ഉള്ള ഒരു ഏരിയ ആണ് നമ്മൾ പറയുന്നത്. അകത്തൊരു ചെറിയൊരു കുഞ്ഞ് കോട്ടിയാടുണ്ട്. വളരെ പ്രൈവറ്റ് ആയിട്ടൊരു കോട്ടിയാടുണ്ട്. അപ്പൊ അതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇത് വീടിന്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല ഒരു സട്ടിലായിട്ടുള്ള ലൈറ്റിംഗ് കിട്ടാനും എന്ന് മാത്രമല്ല ഇതിന്റെ ഒരു ഭാഗമാക്കി ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ മുമ്പിൽ ഈ ഒരു ചെറിയൊരു എലമെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിലിംഗ്, ഈ ഒരു മോൾഡിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരു ഒരു ആർച്ച് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ആർച്ചിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇതൊരു ഹോർസ് ഷൂ ആർച്ച് എന്ന് പറയും. സ്ലൈറ്റ്ലി ഡിഫറെന്റ്. മറ്റേ ആർച്ച് പോലെ അല്ല. ഇത് കുറച്ചുകൂടെ വീശിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് പർപ്പസ്ഫുള്ളി ചെയ്ത് തന്നെയാണ്. അതൊരു കയറി നിൽക്കുമ്പോൾ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്നോട്ടെ എന്നുള്ള പർപ്പസിന് വേണ്ടി നമ്മളിതൊരു വേറൊരു എലമെന്റ് കൊടുത്തിരിക്കുന്നത് മാത്രമാണ്. ഈ നമ്മള് ഓട് വന്ന് ചരിഞ്ഞ് വന്നേക്കുന്ന ഭാഗം എല്ലാം സിമെന്റ് ബോർഡാണോ? അത് ബേസിക്കലി ഫ്ലാറ്റ് റൂഫാണ് ഉള്ളിൽ മൊത്തം. ഇതും ഫ്ലാറ്റ് റൂഫാണ്. നമ്മൾ അകത്തുനിന്ന് വീഡിയോ ഉണ്ടായ ഫ്ലാറ്റ് റൂഫാണ്. നമ്മൾ ഫോൾ സീലിംഗ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഈ സൺഷെയ്ഡ് വരുന്നതും റൂഫിന്റെ ചാട്ടം വരുന്നിടത്തും നമ്മൾ വാർക്ക ചെയ്തു. ആ ചാട്ടം മാത്രം വാർക്ക ചെയ്തു. എന്നിട്ട് ആ വാർക്കയുടെ മുകളിൽ നമ്മൾ ട്രസ് കയറ്റി ഓടിട്ട് ഫിനിഷ് ചെയ്തു. ഓക്കെ. അപ്പോൾ ആ ഒരു സിമെന്റ് ബോർഡ് കൊടുത്തേക്കുന്നതിന്റെ ഉള്ളിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് പോലെ ത്രൂ ഔട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ അടിയിൽ സിമെന്റ് ബോർഡ് കൊടുക്കുമ്പോൾ ഓവറോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി അത് ചൂട് കൊണ്ടൊക്കെ ഗ്യാപ്പ് വരാനും പൊട്ടിപ്പോകാനൊക്കെയുള്ള ഒത്തിരി സാധ്യതയുണ്ട്. അപ്പോൾ അത് കോൺക്രീറ്റ് തന്നെയാണ് ബേസിക്കലി. കോൺക്രീറ്റ് സൺഷെയ്ഡ് തന്നെയാണ് ബേസിക്കലി ചെയ്തിരിക്കുന്നത്. ശരി. ഈ ഈവ് ബോർഡായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൈഡ് മാത്രം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. സൈഡ് മാത്രം, ഈ കവർ മാത്രം. ഈവ് ബോർഡ് എന്ന് പറയും. ഈവ് ബോർഡ് അതാണ് നമ്മൾ മറ്റേ ഇത് വെച്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു WPC വെച്ചിട്ടാണ് അത് വെച്ച് കവർ ചെയ്ത് പോയിരിക്കുന്നത്. ആ ഒരു ഓട് വെക്കുന്നതിൻ്റെയും കോൺക്രീറ്റ് വെക്കുന്നതിനും ഗ്യാപ്പ് ഒന്ന് ക്ലീൻ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടും ഈ വാട്ടർ കട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോർഡാണ് WPCയുടെ ഒരു ബോർഡ് തന്നെയാണ് കട്ട് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. എക്സ്റ്റീരിയറിലൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. അതെ. സൺഷൈൻ്റെ ലെവലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പാത്തി കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ലെവലിൽ പാത്തി കൊടുത്തിട്ടില്ല. അവിടുന്ന് പിന്നെ നമ്മൾ ഈ പാത്തി വഴിയാണ് താഴേക്ക് വെള്ളം വരുന്നത്. കാരണം മുകളിലത്തെ തട്ടിനേക്കാളും കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഓവർലാപ്പ് ചെയ്താണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള എൻട്രി. നമുക്ക് നേരിട്ട് യൂട്ടിലിറ്റിയുള്ള ഒരു ആക്സസ് വീട്ടിലെ പറമ്പ് അപ്പുറത്തുണ്ടല്ലോ. പറമ്പിൻ്റെതായ ആവശ്യങ്ങളുള്ള തൂമ്പ മറ്റു ടൂൾസ് എല്ലാം നമുക്ക് ഇതിന്റെ ബാക്കിൽ വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു വർക്ക് ഏരിയ പോലത്തെ ഒരു സ്പേസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ യൂഷ്വലി ഇത്തിരി മോശമായിട്ട് കിടന്നാലും ഇപ്പോൾ ടൂൾസ് കിടന്നാലും എന്ത് കിടന്നാലും നമുക്കതിങ്ങനെ വിഷനിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെടികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് നേരിട്ട് വർക്ക് ഏരിയയിലോട്ട് പോവാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ ആയാലും ആ ഒരു ആർച്ച് നമ്മൾ ആ ആർച്ചിന്റെ ആ ഒരു സിമിലർ ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു സങ്കരമായിട്ട് പഴയ തറവാടുകളിലൊക്കെ ഉള്ള പോലത്തെ ആ ഒരു എലമെന്റ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് തടിയൊക്കെ ആയാലും കണ്ടിട്ട് നല്ല പഴയ തടി വെച്ച് ചെയ്തേക്കുന്ന പോലെ അല്ലെ? ഷട്ടറൊക്കെ തേക്ക് തന്നെയാണ്. പക്ഷെ കുറെ തേക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പഴയ ഒരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ, പഴയ ഒത്തിരി വർഷം പഴക്കമുള്ള. അപ്പൊ അതിന്റെ കുറെ പലകളും തടികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ നോർത്ത് വരാന്ത എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഡിസൈൻ സമയത്താണെങ്കിൽ നോർത്തിനെ ഫേസ് ചെയ്യുന്ന നല്ലൊരു സ്പേസ് ആണ്. നോർത്തിലെ വെട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സട്ടിലായിട്ട് ലൈറ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഒറ്റ റൂഫിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ലെവൽ പോലെ വന്നിട്ട് നമുക്ക് ഈ ഒരു നല്ല വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗിലുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തേക്കും. ചെറിയ ക്രാസിയും ഇതിന്റെ ഐഡിയ ഒക്കെ ക്ലയൻസിന്റെ തന്നെയാണ് കേട്ടോ, അവരുടെ താല്പര്യമാണ്. ഇപ്പോൾ പറഞ്ഞ ക്രാസി എന്ന് പറഞ്ഞ ഡീറ്റെയിൽ ഇതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതിങ്ങനെ വെറുതെ അടച്ചുപൂട്ടണ്ട, കുറച്ച് വായുസഞ്ചാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ബ്രേക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ലൈറ്റിംഗ് ഒത്തിരി അങ്ങോട്ട് കൊടുക്കാൻ നോക്കിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം ഫങ്ഷണലി ആയിട്ടുള്ള ലൈറ്റിംഗ് മാത്രം നമ്മൾ ചെയ്യാറില്ല. ഈവൻ ഈവനിങ്സ് ആണെങ്കിൽ പോലും നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാൻ തുടക്കം പറഞ്ഞിരുന്നില്ലേ, അതായത് വീട് ട്രെൻഡിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ ആ ട്രെൻഡ് ഒരു 5 വർഷമൊക്കെ നിൽക്കുള്ളൂ. ഇതെല്ലാം വളരെ സെറ്റിലായിട്ട് ആകെപ്പാടെ അല്ലാതെ കൊടുത്തേക്കുന്ന പ്രൊഫൈൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ, എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇനി എത്ര വർഷം കഴിഞ്ഞാലും അതിന്റെ ഒരു ഭംഗി. ഇതിപ്പം പകലത്തെ ലൈറ്റും ഇതും കൂടെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ വീടിന്. നമ്മൾ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അല്ലേ?
ഇത് ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് ആണ്. അതുപോലെ റൈസിന് ടൈലാണ് യൂസ് റൈസിന് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതാ വിൻഡോയിലൊക്കെ കൊടുത്തേക്കുന്നതായാലും താഴത്തെ ഭാഗമൊക്കെ പഴയ വീടുകളിലെ പോലെ തന്നെ ഗ്ലാസ് അല്ല, അത് ഷട്ടറൊക്കെ കൊടുത്തേക്കുന്നത് തടിയനാണ് അല്ലേ? തടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്. ലൈറ്റ്സ് എല്ലാം ബ്രാസ് ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത്. ബ്രാസും LED ലൈറ്റ്സ് ആണ്, LED ഫിലമെന്റ് ബൾബ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഭിത്തിയോട് ചേർന്ന് ത്രൂ ഔട്ട് ഒരു പ്ലാന്റ്സും പോയിട്ടുണ്ട്. കൊടുത്തേക്കുന്ന പെയിന്റിംഗ് ആയാലും ഒരു ലൈറ്റ് ബീജ് കളറാണ്. ലൈറ്റ് ബേജ് കളറാണ്. ലൈറ്റ് ബീജും പിന്നെ പാറ തന്നെ അടുക്കി വെച്ചേക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭംഗിയുണ്ട്. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേറൊരു ലെവലാണ്. ഇത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ലെവലാണ് ഇവർ പൊക്കുന്നതിന് മുമ്പുള്ളത്. അവിടോട്ടും ഇതുപോലെ ഇറങ്ങാം. പഴയ കിണറുണ്ട്, കിണറിന്റെ ഇപ്പുറത്തോട്ടുള്ള സ്പേസ് ആയാലും ഇതുപോലെ ത്രൂ ഔട്ട് വലിയൊരു ഏരിയ ഇത് വേണേലും ചെയ്യാം. അത് പേൾ ഗ്ലാസ് വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കും. നല്ലൊരു പ്ലേ ഏരിയ, കളിക്കാനോ നടക്കാനുള്ള സ്ഥലമൊക്കെ ആയിട്ട് നമുക്ക് ഇത് മാറാം. ഈ ഒരു സൈഡ് മുഴുവൻ ഇതുപോലെ ക്രീപ്പർ കൊണ്ട് ഇച്ചിരി പൊക്കത്തിൽ കവർ ചെയ്തേക്കാണ് ആ വീടിൽ നിന്നുള്ളൊരു പ്രൈവസി കിട്ടാൻ. ഇപ്പൊ നമ്മൾ വേണ്ട മെയിൻ കാർ പോർച്ചിലോട്ട് വരികയാണ്. ഇവിടെ ഒക്കെ നമ്മുടെ സെഗ്മെന്റഡ് ആർച്ചസ് തന്നെയാണ് വരുന്നത്. സെഗ്മെന്റ് ചെയ്തിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ആർച്ച്, നമുക്ക് 2 വണ്ടി ഇടാൻ പാകത്തുള്ള വിഡ്ത്തിലാണ് നമ്മളിവിടെ ഓപ്പണിംഗ് പോർച്ച് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5 മീറ്റർ അല്ല, 6 മീറ്റർ ബൈ 6 മീറ്റർ എന്നുള്ള ഒരു സെമി സ്ക്വയർ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ആർച്ച് കൊടുത്തേക്കുന്നതിന്റെ ഭംഗി ഒന്നുകിൽ ആ വരാന്തയിൽ നിൽക്കണം, മെയിൻ ഡോർ തുറന്നു നിൽക്കണം, അല്ലെങ്കിൽ ആ ലെവലിൽ താഴോട്ട് ഇറങ്ങി ഇങ്ങോട്ട് നോക്കണം അല്ലേ? നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്ന് പതുക്കെ ഒരു ജെന്റിൽ സ്ലോപ്പോട് കൂടിയാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. അപ്പൊ എന്നിട്ട് നമ്മൾ 3 സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മുടെ വീടിന്റെ ഇതിലേക്ക് കയറുന്നത്. അപ്പൊ ആ കോർണേഴ്സിലൊക്കെ നമ്മൾ എപ്പോഴും ബോർഡർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. കാരണം ഗ്രാനൈറ്റ് ഈസ് മച്ച് മോർ ഡ്യൂറബിൾ. നമ്മൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്, റിവർ വാഷ്ഡ് ആണ്, റഫ് ഫിനിഷ് ആണ്. കരിങ്കിലും ഇതായിട്ടുള്ള ആ ട്രാൻസിഷൻ ഒക്കെ ഉണ്ടല്ലോ, ആ കൃത്യം വീടിന്റെ ആ കൃത്യം ലൈനിൽ നിന്ന് തന്നെയാണ് അത് നമ്മളത് വീടെത്തി എന്നുള്ളൊരു സൂചനയായി. ഇതിപ്പോ കവേർഡ് സ്പേസ് ആവും, കൃത്യമായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു സ്പേസ് ആണ് അത് വരുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ ഡയഗണലി ലേ ചെയ്തിരിക്കുന്ന സിംബോൾ ടൈലാണ്. നമ്മൾ മാറി നിൽക്കുന്നില്ല, ഒരു ഫ്ലാഷ് ആയിട്ടുള്ള കളറും ഒന്നല്ല, ആ ഒരു റസ്റ്റിക് ആയിട്ടുള്ള ഫിനിഷിനാണ് നമ്മൾ അവിടെ കയറി വരുന്നത്. നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്തായാലും ആ ഒരു സിംപ്ലിസിറ്റിയുടെ ഒരു ബ്യൂട്ടി നമുക്കിപ്പോ വിഷ്വലി ഇതിലൊക്കെ ഓരോന്നിലും നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് നോക്കണ്ടല്ലോ, ഒരു പെരിഫറൽ വ്യൂവിൽ തന്നെ ആ ഒരു അതാണ് അതിന്റെ ഒരു ബ്രോഡ്നെസ്സും. പിന്നെ അതുപോലെ തന്നെ 2 ചെയർ സിമ്പിൾ നല്ല എലഗന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സ്റ്റെപ്സ് ഇവിടെ ഉണ്ട്. ഒരു നരച്ചിരിക്കുന്നതിന്റെ ഭംഗി ഭയങ്കരമായിട്ടുണ്ട് അല്ലെ ഈ ഒരു ഗ്രാനൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ഫിനിഷ് ആണ് ഇത്? റിവർ വാഷ് എന്ന് പറയും. റഫ് ഫിനിഷിനെയാണ് ബേസിക്കലി. പോളിഷ്ഡ് അല്ല ബേസിക്കലി. പിന്നെ നമ്മൾ ആ ഒരു ബേസിക് വീടുകൾക്ക് പറയുന്ന ആ ഒരു സിമെട്രിയും ബാലൻസ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് സെൻട്രൽ വലിയ ആർച്ചിന്റെ സെൻട്രൽ ആക്സസ് കൂടെ തന്നെയാണ് നമ്മുടെ വീടിന്റെ ഒരു സ്പൈൻ അല്ലെങ്കിൽ നട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഒത്ത നടുക്ക് ബൈബിൾ വെച്ചേക്കുന്നത് താല്പര്യമുണ്ട്. കാരണം പഴയ തറവാടുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ് ബേസിക്കലി. നമ്മൾ ഇതിപ്പം എല്ലാം വീടിന്റെ എക്സ്റ്റീരിയറിലായാലും എല്ലാം ത്രൂ ഔട്ട് പൊട്ടിയിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത്. എല്ലാം പൊട്ടിയിട്ട് തന്നെയാണ്. ഏത് പെയിന്റ് ആയിരുന്നു? നമ്മളിത് ഏഷ്യൻ ആയിരുന്നു. നമ്മുടെ ഏഷ്യൻ. നമ്മൾ ഈ മൊറോക്കൻ ആണ്. ഇതൊരു സ്പാർക്കിൾ അല്ലേ, ഒരു ഷൈനി ചെറിയൊരു ഷുഗറി ഫിനിഷ് ഉണ്ട് തന്നെ. നമ്മളിതിപ്പോ ഇതിനകത്ത് ഈ ഡിസൈനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ നമ്മുടെ 30x30 ടൈലാണ്. അപ്പൊ യൂഷ്വലി ഈ പാറ്റേണിന്റെ ഭംഗി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകും. അപ്പൊ നമ്മളത് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടൈലുകൾ മൊത്തം ഫുള്ളി കട്ട് ചെയ്യാതെ ഫുള്ളി ഇട്ടിട്ട് നമ്മൾ ഗ്രാനൈറ്റിലാണ് നമ്മൾ അതിന്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഗ്രാനൈറ്റ് ആകുമ്പോൾ സ്ലാബ് ആയിട്ട് കിട്ടുമ്പോൾ യു ക്യാൻ കട്ട് ഇറ്റ് ഇൻ എനിവേ. മാത്രമല്ല ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് അത്രയും പെട്ടെന്ന് അറിയത്തുമില്ല. നമ്മൾ കോർണേഴ്സിലൊക്കെ മഹാൽ കട്ട്, കോർണർ കട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ചെയ്ത് പോയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ടൈലിന്റെ ലൈനൊക്കെ നമ്മൾ ഏറെക്കുറെ അലൈൻ ചെയ്യാനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതെ അതെ ഞാൻ ശ്രദ്ധിച്ചു. ഈവൻ ബാത്റൂമിന്റെ ഡ്രെയിനിലോട്ട് കൊടുത്തേക്കുന്ന സ്ലോപ്പ് ലീഡ് ചെയ്യുന്ന ലൈൻസ് പോലും ഭയങ്കര നമ്മുടെ പണിക്കാരെല്ലാവരുടെയും ഒരു സ്കിൽ തന്നെയാണ്. അഗൈൻ ആർച്ചിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്ന പോലെ തന്നെ ഉള്ള ഒരു മെയിൻ സൈഡ് ഗ്ലാസ് കൊടുത്തിട്ട് നടുക്ക് നമ്മള് വുഡൻ ഫിനിഷ് ആയിട്ടുള്ള ഡോർസ്. കയറുന്നത് തന്നെ മെയിൻ അവരുടെ ഒരു ലിവിംഗ് സ്പേസിലോട്ടോ അല്ലെങ്കിൽ ടി വി ആണെന്ന ഏരിയയിൽ ഒന്നും റിവീൽ ആവാത്ത രീതിയിൽ ഒരു ഭിത്തിയാണ്. ഭിത്തിയാണ്. അത് നമ്മുടെ പ്രയർ സ്പേസ് ആയിട്ട് വരും. ഫോയർ കം പ്രയർ സ്പേസ് ആയിട്ട് വരുന്നു. ഇത് കസ്റ്റം ചെയ്ത് കസ്റ്റമാണ്. ഇവിടെ നിന്ന് നമ്മുടെ നല്ല പണിക്കാര ആശാരിമാരും കാണിച്ചതെല്ലാം അളവൊക്കെ എടുത്ത് കൃത്യമായിട്ട് നോക്കി ഇവിടുത്തെ ഈ വീട്ടിലെ ഓരോ ഫർണിച്ചറും ജനലുകള് ഡോറിന്റെ ഡിസൈൻ എല്ലാം നോക്കിയാൽ മതി. എലഗൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓരോ കാര്യങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്നതും ഈവൻ ഈ ടൈല് ലേ ചെയ്തേക്കുന്നതിന്റെ ഒരു സ്റ്റൈലൊക്കെ. പക്ഷേ ഈ ഒരു 60x60 നമ്മളൊന്ന് ഡയഗണലി പ്ലേസ് ചെയ്യും. നമ്മളിപ്പോൾ അവിടെ കണ്ട ആ ഒരു സിമിലർ തീം, പക്ഷേ ഇറ്റ്സ് ഡിഫറെന്റ് കളർ. അപ്പൊ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ബോർഡറും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ എല്ലാം ഒരു റസ്റ്റിക് ഫീൽ ആണ്. ചെറിയ നിഷസും പരിപാടികളും ഇതൊക്കെ കുറെയൊക്കെ ക്ലയൻസ് അവരൊക്കെ തന്നെ ഡിസിഷൻസ് ആണ്. ഹാങ്ങിങ്സ് കൊടുത്തല്ല ഇങ്ങനെയുള്ള സ്പേസ് ഒന്നും ഇവർ ചെയ്തേക്കുന്നത്. അത് എസ്പെഷ്യലി ഫോർമൽ ലിവിംഗിൽ കയറുമ്പോൾ മനസ്സിലാവും. ഒരു ക്ലിയർ ഡിമാർക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബോർഡർ കൊടുത്തു. ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നല്ലൊരു ഹ്യൂജ് വാൾ കെട്ടി. അപ്പൊ അഗെയിൻ വാട്ട് വി ഡു, ഇവിടെ എന്ത് ചെയ്യാം എന്നുള്ള തോട്ടിലാണ് നമുക്ക് ക്ലയൻസിന്റെ സജഷൻ കൊണ്ട് നമുക്ക് ഇങ്ങനെ ആർച്ചസ് ചെയ്യൂ ഡീറ്റെയിൽസ് ചെയ്താലോ എന്നുള്ള തോട്ടിൽ വന്നിട്ട് നമുക്കിങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് വന്നതാണ് ഇതെല്ലാം. ഫ്ലോറിംഗിൽ നിബിൻ ഓൾറെഡി പറഞ്ഞ പോലെ
ഫ്ലോറിങ് ചെയ്തേക്കുന്നതിന്റെ ആ ഒരു ഭംഗി, ഈ സ്കേർട്ടിങ് പോയേക്കുന്ന ആ കളർ കൊടുത്തേക്കുന്നതിന്റെ ഒരു ഗ്രേക്ക് അകത്ത് ഇത് കിടക്കുമ്പോ തന്നെ ഈവൻ റഗിന്റെ കാര്യം പോലും ഇല്ല, ഇത് തന്നെ ഒരു കാർപ്പറ്റ് ഫീലാണ്. കാർപ്പറ്റ് ഫീലാണ്, അതെ. പിന്നെ ഒരു സിമെന്റിന്റെ ഫിനിഷ്, ഇവൻ നമ്മുടെ സ്വിച്ചസിനാണെങ്കിൽ പോലും ചെറിയൊരു ബ്രാസ് അല്ലെങ്കിൽ ഒരു സിമെന്റ് ഫിനിഷിലുള്ള നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഡാർക്ക് കൊടുക്കാൻ കാര്യം വെച്ചാൽ യൂഷ്വലി വൈറ്റിലൊക്കെ ഒത്തിരി മാർക്സ് ഒക്കെ വരാനുള്ള സാധ്യത. അപ്പം നോർസിന്റെ സ്വിച്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫർണിച്ചർ ഓൾറെഡി നമ്മൾ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു, ഇതൊക്കെ ആ പണ്ടത്തെ ഒരു നമ്മുടെ പഴയ അല്ലേ പണ്ടത്തെ വീടുകളിലൊക്കെ ഉള്ള ആ ഒരു ക്ലാസിക് ഫീൽ ഉണ്ട്. ഇതൊക്കെ റാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമോഷണൽ ആണ് ഇപ്പോൾ എല്ലായിടത്തും. ആ ഒരു അതൊരു പഴയ കൊളോണിയൽ അല്ലെങ്കിൽ തറവാട് വീടിന്റെ ഒരു ആംബിയൻസും ഫീലും കൊണ്ടുവരുന്ന ഒരു എലമെന്റ്സ് ആണ് മോസ്റ്റ്ലി. അതുപോലെ അവിടെ നിന്നുകൊണ്ട് നോക്കുന്ന സമയത്ത് കാണാം ഈ ഒരു ജനലുകളിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ കാണുന്നതിന്റെ ഒരു ഭംഗി ഭയങ്കരമുണ്ട്. മാത്രമല്ല കാർട്ടൺസും ഇല്ല. താഴത്തെ ഒരു പോർഷനിൽ ഇവർ ഓൾറെഡി ഷട്ടർ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്ന ടൈപ്പ് ഷട്ടർ കൊടുത്തോട്ടാണ് തോന്നുന്നു. വുഡൻ ഏതായാലും നമുക്ക് അകത്തിരുന്നാലും പ്രൈവറ്റ് ആണ് നമുക്ക് അങ്ങനെ. പിന്നെ ഇത് ഫോമൽ ലിവിംഗ്, അപ്പൊ പിന്നെ ഇതൊരു വെയിൽ അടിക്കണ്ട എന്നുള്ള പർപ്പസും കൂടി ഉണ്ട് താഴത്തെ ഷട്ടർ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ പഴയ തറവാടിൽ കാണുന്ന പോലത്തെ കമ്പി വഴികളൊക്കെ തന്നെയാണ് നമ്മൾ യൂസ്. ഫർണിച്ചർ പ്ലേസ്മെന്റ് ആണ് ഒരു മെയിൻ ഘടകം. ഇപ്പൊ ഒരു ടിപ്പിക്കൽ തറവാട് വീട്ടിൽ കാണുന്ന ആ ഒരു എലമെന്റ്സ് ഒക്കെയാണ് നമ്മളിവിടെ റീപർപ്പസ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. ആ ഒരു സിമിലർ ആംബിയൻസും കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട്. ഹാ ലൈറ്റ് ഒക്കെ കൊണ്ടോ അതൊക്കെയാണ്. ഇപ്പൊ ഫോൾ സീലിംഗ് ഓരോ ഏരിയയിലും ചെയ്തിട്ടില്ല അല്ലെ? ഫോൾ സീലിംഗ് എവിടെ ചെയ്തിട്ടില്ല, ടോയ്ലറ്റ്സ് മാത്രം നമ്മൾ കവർ ചെയ്തു. ഓരോ സ്പേസിലോട്ട് കയറുമ്പോഴും നമുക്ക് മൊത്തത്തിലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ളത് ലിറ്റ, നമ്മുടെ നിബുന്റെ വൈഫും പാർട്ട്ണറും ആണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരുമിച്ച്. ഓക്കെ, ഇതൊരു ഫാമിലി ലിവിംഗ് ആണ്. നമ്മൾ ഈ പാർട്ടീഷൻ വാൾ കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള സോൺ കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഈ കൊടുത്തിട്ടുള്ള കൺസോൾ ഒക്കെ ആണെങ്കിലും ട്രഡീഷണൽ, അതെ, വേറൊരു വൈബ് കൊടുക്കുന്നുണ്ട്. അതെ, പിന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിനകത്തുള്ള ഡീറ്റെയിൽസും കൂടി ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പൊ അതിന്റെ ഈ ലാച്ച് പോലത്തെ സാധനമാണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് വിൻഡോ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞപ്പോ ഈ വിൻഡോസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് റിത്തമെക്ലി ഒരു സിമെട്രി വരുന്ന രീതിയിലാണ്. ഫ്രം നടുക്ക് മെയിൻ ഡോറും പിന്നെ രണ്ട് സൈഡിലും വിൻഡോസും ഈക്വൽ ആയിട്ട് കൊടുത്തേക്കുന്നു. പിന്നെ അത് ഓപ്പൺ ഔട്ട് ചെയ്യുന്നത് ഒരു കോറിഡോറിലേക്കാണ്. നോർത്ത് സൈഡിൽ വെളിച്ചം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ വിൻഡോ ഓപ്പൺ ചെയ്തിടുമ്പോഴാണെങ്കിലും നമ്മളിപ്പോ പാസേജിനെ ഹിൻഡർ ചെയ്യാത്ത രീതിയിൽ നമ്മൾ ആ ഹിഞ്ചൊക്കെ പ്രോപ്പർലി പ്ലാൻ ചെയ്ത് 180 ഡിഗ്രി തുറക്കാവുന്ന രീതിയിലുള്ള പറ്റുന്ന രീതിയിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എലമെന്റ് ഇതൊക്കെ നല്ല രസമുണ്ട് ചെയ്തിട്ടുള്ളതും. ഇത് ലൈവ് പ്ലാന്റ് ആണോ? അതെ അതെ അതെ, ഇത് ടോർച്ച് ജിഞ്ചർ എന്ന് പറയുന്ന പ്ലാന്റ്, ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അങ്ങനെ അതുകൊണ്ട് ഇതിന് ഇന്റീരിയേഴ്സിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ്. ഓക്കെ, ലൈവ് പ്ലാന്റ് ആണ് കേട്ടോ. കാൻഡിൽ സ്റ്റാൻഡ് ഒക്കെ ആണെങ്കിലും വുഡൻ തന്നെ തീമായിട്ട് മാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ ടൈൽ പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? ഒരു ബോർഡർ അതെ അതെ, കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ആർച്ച് ഓപ്പണിംഗ് ടു ദി അതർ ആർച്ച് ഓപ്പണിംഗ് അതൊരു പാസേജ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന ഏരിയ ആണ് നമ്മൾ ലിവിംഗ് ആൻഡ് ഡൈനിങ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നടക്കാൻ പാകത്തിന് തന്നെയാണ്. ഇപ്പൊ ഫർണിച്ചർ അവിടെ കിടക്കുന്നെങ്കിലും രണ്ട് സൈഡിലും നമുക്ക് നടക്കാനുള്ള ഒരു സ്പേസും ഒക്കെ വിട്ടിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫേർണിഷിംഗിന്റെ കളേഴ്സ് ഒക്കെ ആണെങ്കിലും ഈ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് തന്നെ? അതെ, അത് ഓരോ മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ വ്യക്തികളുടെയും ഹൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് തന്നെ ആ സീറ്റിംഗ് പൊസിഷനും ഹൈറ്റും ഒക്കെ കറക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളും ഇൻപുട്സ് കൊടുക്കാറുണ്ട്. ഈ ലിവിംഗിലോട്ട് കയറുമ്പോൾ നമുക്ക് വേറൊരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതിന്റെ റൂഫിംഗ് ആണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു സ്ലോപ്ഡ് റൂഫ് കേറിയിട്ടുണ്ട്. അപ്പൊ അതില് ബീമുകളാണെങ്കിലും വുഡൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. വുഡൻ ബീം പ്യോർലി എസ്തെറ്റിക്കലാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഫ്രം ഹിയർ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ശരിക്കും ഒരു സിംഗിൾ സ്റ്റോറി വീടാണ് ഇത് എങ്കിലും അവിടെ നമ്മൾ ആ റെയിലിംഗ് കൊടുക്കുന്നത് വഴി ഒരു ഡബിൾ ഹൈറ്റ് ഫീൽ ചെയ്യാനുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് വേറെ ഭംഗി കൊടുക്കുന്നുണ്ട് എസ്തെറ്റിക്കലി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു സംതിങ് അവിടെ അത് ആ ഒരു ഫീൽ അവിടെ ഉണ്ട്. ഇതാണ് ആക്ച്വലി എൻട്രൻസ്, ഈ നോർത്ത് സൈഡിൽ നിന്നുള്ള ഒരു എൻട്രൻസ് അല്ലെ ഈ ഒരു ഭാഗത്ത്. അത് അവരവിടെ കൂളായിട്ടിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവിടെ ഒരു അവിടോട്ട് നമുക്ക് നോക്കുമ്പോൾ നല്ല ഗ്രീനറി ആണ് ആ ഒരു നോർത്ത് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആക്സസ് ആണ്, അതൊരു കോർട്ട്യാർഡ് ആണ് നമ്മുടെ. പിന്നെ ഇത് പുറത്തുള്ള നോർത്ത് വരാന്ത, പിന്നെ അങ്ങോട്ട് ഗാർഡൻ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഡോസ് ആണ്. അതെ, ഗ്ലേസ്ഡ് ഡോസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് എൻട്രൻസ് പോലെയാണ്. ഗരാജ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സൈഡിലാണ്. ശരിക്കും നമ്മളെ കാമാക്കുന്ന ഒരു സ്പേസ് ആണ്. ഇവിടെ എനിക്കൊന്ന് ഷൂറാക്കാന്ന് തോന്നുന്നു അവിടെ ആ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വുഡൻ എലമെന്റ് ഇത് എന്താ? ബുക്ക് ഷെൽഫ് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യുന്ന മാഗസീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാം. പിന്നെ പ്ലാന്റർ
ഒക്കെ വെച്ച് അങ്ങനെ ആ കുറച്ച് ഭാഗത്തായിട്ട് പിന്നെ ഒരു ചായ കസേര ഒക്കെ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഇവരുടെ തറവാട്ടിൽ പണ്ടുണ്ടായിരുന്ന ചെയറുകൾ തന്നെയാണ്. ഈ ഗസീബോല് നമ്മളൊരു സീറ്റിംഗ് സ്പേസ് പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ലോ ഹൈറ്റ് വാള് പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു തറവാടാണ്. ഇവരുടെ മുമ്പുള്ളതും ഒരു തറവാടാണ്. അപ്പൊ എല്ലാവരും വരുമ്പോൾ ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരു വീട്. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് അവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുകയാണെങ്കിലും പല പല ലെവൽസിൽ നിന്ന് അത് കാണാൻ പറ്റുന്ന രീതിയിൽ ഫോക്കസ് കിട്ടുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ ഇവിടെ ഇടയ്ക്ക് ഇരിക്കാറുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ തന്നെ നല്ല രസമാണ്. നമുക്കിനി ഉള്ളിലെ കാഴ്ചകൾ ബാക്കി കാണാം. ഈ ഒരു ഫർണിച്ചറും ഇതും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേർണിച്ചറിനെ നമ്മൾ റീഫർബിഷ് ചെയ്തെടുത്തതാണ്. ഇതിന്റെ ഫേർണിഷിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ചെറിയ നീഷ് സ്പേസസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ചെറിയൊരു എലമെന്റ് നമ്മൾ കളക്ട് ചെയ്യുന്ന എന്തെങ്കിലും ആന്റിക് പീസസോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ എന്ന രീതിയിൽ. അതുപോലെ അവിടെയും നമ്മൾ കണ്ടു. അതുപോലെ ഈ ഒരു ഭാഗത്തും ഉണ്ട്. അതിനും നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുന്നത് വുഡിന്റെ ഒരു വുഡൻ പ്ലാങ്ക് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അത് ഡീറ്റെയിൽ. സോ ദാറ്റ് മെയിൻ്റെനൻസ് ഓൾസോ നല്ല എളുപ്പമാണ്. നമ്മൾ നിഷൊരു പ്ലാസ്റ്ററിന്റെ ആ ഒരു ഇത് തന്നെ ആയിരുന്നെങ്കിൽ പിന്നെയും പൊടി പിടിച്ചൊക്കെ നല്ലൊരു ലുക്ക് തരുന്ന ഒരു ഹെവി ചെയർ ആണ് കൊടുത്തിട്ടുള്ള 6 സീറ്റർ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ അല്ലെ, ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഇവരുടെ പഴയൊരു ഫേർണിച്ചർ ആണ്. അപ്പൊ അതിന്റെ കാലുകളും അങ്ങനെ റീഡിസൈൻ ചെയ്ത് ഒന്നുകൂടി അത് പഴയ നേരത്തെ ഉണ്ടായിരുന്ന ഡൈനിങ് ടേബിൾ തന്നെയാണ്. അതെ. അപ്പൊ അതിനെ കുറച്ചുകൂടെ അവര് റീവർക്ക് ചെയ്ത് ഇതിനകത്തിൽ ഗ്രിഡുകളൊക്കെ ഉണ്ട്. അപ്പൊ ഫുഡ് ഐറ്റംസ് ഒക്കെ അതിൽ പണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോ അതൊന്നും ചിന്തിച്ചിട്ടല്ലല്ലോ. അപ്പോ അതിന്റെ പുറത്തൊരു ഗ്ലാസ് ഇട്ട് അതിനെ ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല 6 സീറ്റർ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തു. ഹെവി ആയിട്ടുള്ള ചെയറുകളുമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഇതൊരു ബുഫേ കൗണ്ടർ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ നിന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കാം, എന്നിട്ട് സെർവ് ചെയ്യാം എന്നുള്ളൊരു പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതാണെങ്കിലും നമുക്ക് ഈ ഡ്രസ്സിലൊന്നും ഉടക്കാത്ത രീതിയിൽ തിരിച്ചുള്ള ഒരു ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ ഡ്രോയേഴ്സ് ഒക്കെ ആണെങ്കിലും ഇതാ വുഡാന്ന് കരുതിയിട്ട് ഇത് ഭയങ്കര പാടാണോ തുറക്കാൻ എന്നൊക്കെ, പക്ഷെ ഇതാ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വരുന്നത്. അതുപോലെ ഇതെല്ലാം ഓപ്പൺ ചെയ്യാനെല്ലാം വളരെ ഈസിയാണ്. നല്ല ഫിനിഷിങ്ങും ഒക്കെ ആയിട്ട് ഇവിടെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നീറ്റായിട്ട് വെച്ചിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ സ്പോട്ട് ലൈറ്റുകൾ ഇതിനിടയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് ഒരു ഹിഡൻ ആയിട്ടുള്ള രീതിയിൽ ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ അല്ല, പക്ഷെ നമ്മൾ കിച്ചൺ തന്നെ ഇവർക്കൊരു പ്രൈവറ്റ് കിച്ചൺ, അതുപോലെ തന്നെ ഒരു സെക്കൻഡ് കിച്ചൺ ഉണ്ട്. കിച്ചണിലോട്ട് വരുമ്പോ ഒരു പാസേജ് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുന്നു. ഈ ഒരു ഭാഗത്തൊരു യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ള രീതിയിൽ ഇതാണ് നമ്മുടെ മെയിൻ ഫസ്റ്റ് കിച്ചൺ എന്ന് പറയുന്നത്. അതെ, ഫസ്റ്റ് കിച്ചൺ മെയിൻലി ഇവിടെ കുക്കിംഗ് രീതിയിൽ ബേക്കിംഗ് അങ്ങനത്തെ ഓയിൽ ലെസ് ആയിട്ടുള്ള എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ജസ്റ്റ് ഹീറ്റിംഗ് അങ്ങനത്തെ ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട്. അപ്പൊ അച്ഛൻ, അമ്മ, 3 കുട്ടികൾ. അപ്പൊ എല്ലാവരും ഉള്ള സമയത്തായിരിക്കും നമ്മൾ ഡൈനിങ് യൂസ് ചെയ്യാം. ഫ്ലോറിംഗ് വ്യത്യാസം വന്നല്ലേ? ഇത് AGL-ന്റെ ടൈലാണ്, 4x2 ടൈലാണ്. ഇത് മെയിൻ ആയിട്ടും എന്ന് വെച്ചാൽ സിമെന്റ് ഫിനിഷ് പോലത്തെ ഒരു ടൈല് എടുക്കണം എന്നുള്ള ആ ഒരു തീമില് ആണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. തന്നെയല്ല, ഇതിന് നമ്മൾ ബാക്ക് സ്പ്ലാഷ് ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റം മെയ്ഡ് പ്രിന്റഡ് ടൈലാണ്. അതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ആ ഗ്രേ കളറും ഇതും സിങ്ക് ആവുന്ന അതിനകത്ത് മറ്റേ ബേജ് കളറും ഉണ്ട്. കൗണ്ടറിന് നമ്മൾ ബേജ് കൊടുത്തു. സോ ഇപ്പൊ ഈവൻ ഈ ബേജ് ആൻഡ് ക്രീം ആണെങ്കിലും ബ്രൗൺ ഒക്കെ ആയിട്ട് നമ്മുടെ ഈ വുഡൻ തീമായിട്ടൊന്ന് പോപ്പ് ചെയ്ത്. അതെ, അതുപോലെ ഇവിടെ ഈ ഒരു ബാക്ക് സ്പ്ലാഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളതും ആ വുഡൻ മിററിന്റെ ബാക്കിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് വേറൊരു രസമായിട്ട് തോന്നുന്നുണ്ട് ഈ വാഷ് കൗണ്ടറിന്റെ അവിടെ ആയിട്ട്. അതുപോലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലൊക്കെ നീറ്റായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. അതുപോലെ ഇവിടെ ബെഞ്ച്, ഒരു സൈഡിൽ ബെഞ്ചാണ് കൊടുത്തിട്ടുള്ളത്, 2 സൈഡിൽ 2 ചെയറൊക്കെ കൊടുത്ത്. കിച്ചണിൽ നല്ലപോലെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ എയറി. പിന്നെ നമ്മൾ ഈ കിച്ചണിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മള് ഇവിടെ നിന്ന് നോക്കുമ്പോ അവിടെ ഗേറ്റ് കാണുന്ന രീതിയിൽ ആരാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റുന്ന ഗരാജ് ഇവിടെ ഉണ്ട്. അപ്പൊ ആള് വന്നാലും പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ ഒരു ഇഷ്ടം പോലെ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്ത്, അതുപോലെ ഇതിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ഗ്രാബ് ഹാൻഡിലാണെങ്കിലും ഗ്ലാസിന്റെ ഫിനിഷ് ഉള്ള ഒരു ഗ്രാബ് നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്പേസസ് ഉണ്ട്.
ക്രോക്കറീസ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ട്. പിന്നെ ഡോർ നമ്മുടെ സിങ്കിന്റെ അടിയിൽ വരുന്ന ഭാഗത്താണെങ്കിലും നമ്മൾ ആ മറ്റേ വെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പുറത്താണ് ആക്ച്വലി ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഹാർഡ് കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഇതിനൊരു ഗ്ലാസ്ഡ് ഡോർ ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണ്. ഈ ക്യാബിനറ്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൗസ് വൈഫിന്റെ ഇഷ്ടപ്രകാരം അല്ലെ, ടെറാക്കോട്ട ലാമിനേറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു കളർ ടെറാക്കോട്ട കളറിലോട്ട് ആ ഒരു എർത്തി ഫീല് കിട്ടത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്നു. അതെ, ബാക്ക് സ്പ്ലാഷ് ആയിട്ട് നമ്മൾ ഗ്രേ തന്നെ ചൂസ് ചെയ്തു, ബിക്കോസ് ഫ്ലോറിംഗ് ഗ്രേ ആണ്. അപ്പോൾ നമ്മൾ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് എല്ലായിടത്തും പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിലത്തെ ഓവർ ഹെഡ് ക്യാബിനറ്റ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ കളർ ചൂസ് ചെയ്തത് സീലിംഗിന്റെയും അല്ലെങ്കിൽ മതിലിന്റെയും സെയിം കളേഴ്സ് തന്നെ ചൂസ് ചെയ്തിരിക്കും. സോ അപ്പോൾ അതും ഒട്ടും ലൗഡ് അല്ലാതെ നിൽക്കാൻ വേണ്ടിട്ട്, അതെ, കോൺട്രാസ്റ്റ് വരാതിരിക്കാനായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് പോകും വിത്ത് അതർ വാൾസ് ഓൾസോ എന്നുള്ള രീതിയിലാണ് ഒരു ടെറാക്കോട്ടയുടെയും വൈറ്റിന്റെയും കൂടെ ഒരു ബ്ലെൻഡ് ആണ് ക്യാബിനറ്റിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാനുള്ളത് വീട്ടിലെ ബെഡ്റൂംസും കോർട്ട്യാർഡ് സ്പേസും കൂടി, ഒരു ഇന്റേണൽ കോർട്ട്യാർഡും കൂടി ഉണ്ട് നമുക്ക് കാണാനായിട്ട്. അപ്പൊ ഈ ഒരു സ്പേസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യത്തക്ക രീതിയിൽ എനിക്കൊന്ന് ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം പോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഷ് ഏരിയ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു പ്രൈവറ്റ് ഏരിയ ആയിട്ട് മാറി ഇതിനെ അടച്ചിട്ടിട്ട് നമ്മളിപ്പോ ബെഡ്റൂം ഇപ്പുറത്തോട്ട് മാറ്റാം എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് പ്രൈവസി ആ ബെഡ്റൂം ഒക്യുപ്പൈ ചെയ്യുന്നവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇതിനെ നമ്മളൊരു ഈവൻ അവർക്ക് ഇവിടെ വന്ന് കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കണമെങ്കിലോ ഒക്കെ ഉള്ള ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തെ ഒരു കോമൺ ടോയ്ലറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡുമായിട്ട് ഒരു വിസിബിലിറ്റി ഉള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. ലൈവ് ആണെന്ന് തോന്നുന്നല്ലേ ഇത്? അതെ അതെ, ഇതൊരു ലൈവ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഹെലിക്കോണിയ വെറൈറ്റിയിൽ വരുന്നത്. ഇവിടുത്തെ നമ്മുടെ ചേച്ചി റോസ്മ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ചെടികളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി അതെല്ലാം നല്ല നീറ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. അതുപോലെ ഓരോ ഈവൻ ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും ടിഷ്യൂ ബോക്സ് ആണെങ്കിലും അതും ബ്രാസിന്റെ തന്നെ, ഈവൻ ഹാൻഡ് വാഷിന്റെ ആണെങ്കിലും അതും ബ്രാസ് തന്നെ. അങ്ങനെയുള്ള രീതിയിൽ എല്ലാം ഒരു തീമുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ്. നിസാരം ഈ ഒരു ടവൽ ഹാങ്ങർ പോലും ബ്രാസിന്റെ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഈ ഒരു ഭാഗത്ത് ഒരു വാഷ്റൂം ഉണ്ട്, വളരെ നീറ്റ് ആയിട്ടുള്ള നല്ലൊരു വാഷ്റൂം നമുക്ക് കാണാം. ഗ്രേ കളറിൽ തന്നെ ഉള്ള ഒരു പാറ്റേൺ ആണ് ടൈലൊക്കെ കൊടുത്തിട്ട്. ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ട്വിന്നിങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റിലും റൈറ്റിലും ആളുകൾക്ക് ഇരുന്ന് ഇഷ്ടം പോലെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഒരു നീറ്റ് സ്പേസ് കൊടുത്ത് ഒരു ലൈവ് പ്ലാന്റ് ഒക്കെ വെച്ച് നല്ലപോലെ വെളിച്ചമൊക്കെ വെളിയിൽ നിന്നും കയറുന്നുണ്ട്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയം ഒരു 6 o'clock ആ ഒരു സമയം ആയിട്ടുണ്ട്, അതുകൊണ്ട് ലൈറ്റ് അത്രയും കാണുന്നില്ല. പിന്നെ ഒരു ബിൽറ്റിൻ സീറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫർണിച്ചർ കൊണ്ടുവന്ന് അങ്ങനെ ഒന്നും ഡിസ്ട്രപ്റ്റഡ് ആവണ്ട ഈ ഒരു സ്പേസ് എന്നുള്ളത് കൊണ്ട് ബിൽറ്റിൻ ഫർണിച്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനാണെങ്കിലും ഒരു റെഡ് ഓക്സൈഡ് ഫിനിഷ് വരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. സങ്കനായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഭാഗം രണ്ടും ചെയ്തിട്ടുള്ളത്. അവിടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇടുന്ന ടൈലുകൾ തന്നെയാണെന്ന് തോന്നുന്നത്. അതെ അതെ, നിക്കോയുടെ മറ്റേ ടെറാക്കോട്ട ടൈപ്പ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഒരു പാസേജ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു ബോർഡർ ഒക്കെ പോയി, അതെ, ബോർഡർ പോയിട്ട്. അപ്പൊ അതൊരു കോഷ്യസ് ആവാൻ വേണ്ടി കൂടിയാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ബോർഡർ പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വേറൊരു കളർ വരുമ്പോ ഒന്നുകൂടി ഒന്ന് കോൺഷ്യസ് ആവും നമ്മൾ അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. നമുക്കിനി ബെഡ്റൂമിലോട്ട് കിടക്കാം. ഈ ഒരു പാസേജ് കണ്ടിന്യൂ ചെയ്യുന്നത് ഈ ഒരു ബെഡ്റൂമിലോട്ടാണ്. ഈ ഒരു ഡബിൾ ഡോർ ആണ് കൊടുത്തത്. ഡബിൾ ഡോർ കൊടുത്ത് പഴയ സ്റ്റൈല് ഡബിൾ ഡോർ കൊടുക്കുന്നതിന്റെ ആ ഒരു ഫീല് വരുന്നത്. പാനലിന് നമ്മൾ റിബ്ഡ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ചെയ്തിരിക്കുന്നത്. പഴമയിലേക്ക് കുറച്ചുകൂടി കൊണ്ടുവരാന്നുള്ളതാണ്. വാവ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബെഡ്റൂമിന്റെ കാര്യം, ബെഡ്റൂം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ 2 അടിപൊളി ബെഡുകൾ ഇത് ഒരുമിച്ചിട്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ, 2 സിംഗിൾ ബെഡ് അടുപ്പിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ ഇതിനും ആ ചൂരൽ തീമൊക്കെ കൊടുത്തിട്ടുണ്ട്. റെത്തൻ ഫിനിഷ് കൊടുത്ത് അല്ലേ, ഫിനിഷിംഗ് ആയിട്ട്. ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത ബെഡ് തന്നെയാണോ? കാർപ്പൻറ്റർ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്ത പല വർക്ക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഈ ബെഡിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള 2 സൈഡ് ടേബിൾസും കൊടുത്ത് അതിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ക്ലോക്കൊക്കെ ഒരു ആന്റിക് പീസ് പോലുള്ള ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെറിയൊരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നീറ്റ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിനെല്ലാം പോപ്പ് ചെയ്യുന്ന ഒരു ഫ്ലോറിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഫ്ലോറിംഗും നമ്മൾ നിറ്റ്കോഡ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ടെറാക്കോട്ട അതിന്റെ കളർ ഡിഫറൻസ് ആണ് ഇത് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്, ഡ്രസ്സിംഗ് ടേബിൾ.
അപ്പൊ ഇത് മിററും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട്. ഇതെങ്ങനെയാണ്, ഇത് നിങ്ങൾ ചെയ്തെടുത്താണോ അതോ ഇത് അല്ല, antique piece ഇത് ആണോ? അതൊരു ആന്റിക് പീസാണ്, ഈ പർപ്പസ് ചെയ്തെടുത്തിരിക്കുന്ന പീസാണ്. നല്ല രസമുണ്ട്. ആ ഒരു കളറും ഒക്കെ ആയിട്ട് ഈ ഒരു ബോളും ഒക്കെ കൂടെ ചേരുന്നുണ്ട്. ചെറിയ പ്ലാന്റ് ഒക്കെ രണ്ടിതിൽ വെച്ചിട്ടുണ്ട്. അതെ, നമ്മളിപ്പോ ഈ ഭാഗത്ത് വരുമ്പോ ബെഡ്റൂംസിൽ ബേ വിൻഡോ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് സൈഡിലോട്ട് കുറച്ച് സ്ഥലം ഉണ്ട്, അപ്പോൾ അവിടെ ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനലിൽ നോക്കുമ്പോൾ ആ ഗാർഡനിലേക്ക് ഇരുന്ന് ബുക്ക് വായിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാകത്തിനാണ് ഇവിടെ ബേ വിൻഡോ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിൻഡോ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രൈവസി വേണം. ഇപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ജനല് തുറന്നിട്ട് കിടന്നാലും നല്ല പ്രൈവസി കിട്ടും. ഒരു വിഷൻ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ മുറ്റത്തൂടെ ആരെങ്കിലും കടന്നു പോയാലും ഇങ്ങോട്ടേക്ക് എത്താൻ ഡബിൾ ആയിട്ട് തുറക്കുന്നോണ്ട് തന്നെ താഴ്വശം നമുക്ക് ക്ലോസ് ചെയ്തിട്ട് മേൽവശത്തു നിന്ന് കാറ്റും ഒക്കെ കിട്ടുകയും ചെയ്യും. അത് വ്യൂ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. വിൻഡോയിൽ ഇരിക്കത്തക്ക രീതിയിൽ ഹാൻഡ്ലിംഗ് ഒക്കെ ചെയ്ത് പിന്നെ ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങോട്ടേക്ക് വരുമ്പോൾ ഫ്ലോറിങ് കളർ ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് ഇത് നമ്മൾ കിച്ചണിൽ ചെയ്തതുപോലെ തന്നെ ലാമിനേറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബ് സ്പേസ്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യൂബിക്കിൾ പോലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലൊക്കെ കണ്ട ആ സെയിം നമ്മൾ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് ഈ ഒരു ഭാഗത്തും ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു ഗ്രേയുടെയും ഒരു ഈ ഒരു കളറുമായിട്ടുള്ള ഒരു ബ്ലെൻഡിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വാഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം കൂടെ കാണാൻ അല്ലേ? ഒരു ബെഡ്റൂം കൂടെ. മൊത്തം എത്ര ബെഡ്റൂമാ ഉള്ളത് ഈ വീട്ടിൽ? 5 ബെഡ്റൂം ഉണ്ട്. 5 ബെഡ്റൂം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ബെഡ്റൂമേ നമ്മളിപ്പോ കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പോ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് കിടക്കാം. ഇവിടെയും ആ ഡോറൊക്കെ ഫ്ലൂട്ടഡ് റിബ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പാസേജ് വിന്ന് പ്രൈവസി വെച്ചിട്ടാണോ തോന്നുന്നത് അല്ലേ? ഓക്കെ, ഇവിടെയും നമുക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് ബെഡ്റൂം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ബെഡ്റൂംസിനെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ടൈൽ പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് അവരുടെ പഴയ തന്നെ അലമാരി ചെയ്തെടുത്തേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെയും ഒരു ടേബിൾ കം ഒരു മിറർ എല്ലാം കൂടി വരുന്ന ഒരു എഴുതാം, വേണമെങ്കിൽ ഇവിടുന്ന് എഴുതാം, വായിക്കാം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നീറ്റ് ആയിട്ടുള്ള 2 അടിപൊളി സൈഡ് ടേബിൾ ഒക്കെ കൊടുത്തിട്ട് ലൈറ്റ് എല്ലാം നമ്മൾ ഒറബെല്ലാണ് മിക്കതും തന്നെ എടുത്തിട്ടുള്ളത്. ലൈറ്റ് ഭയങ്കര എലഗൻ നീറ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലിവിംഗ് റൂമിലുള്ള ഫാൻ ആണെങ്കിൽ വിൻഡ്മിൽ ഫാൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും എനിക്ക് തോന്നുന്നു 2 സിംഗിൾ കോട്ടുകൾ അങ്ങനെ നമ്മൾ ആ റൂമിലും അങ്ങനെ കണ്ടു. എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ? ഇല്ല, പേർപ്പസ് എന്ന് പറഞ്ഞാല് ഇവർക്ക് ഇപ്പൊ കുട്ടികള് സമയത്ത് അപ്പൊ അവരുടെ ഫാമിലി വരുമ്പോഴാണ് ശരിക്കും ഡബിൾ ആവുന്നത്. അപ്പോ കൺവീനിയൻസ് ഇവര് മുമ്പും ഇത് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കുന്നു. ഓരോ സാധനങ്ങളുടെയും അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സോഫയുടെ ഫേർണിഷിങ്ങിന്റെ ഫാബ്രിക് കളർ ആണെങ്കിൽ കൂടി അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഒട്ടും ലൗഡ് അല്ലാത്ത എന്നാൽ നമ്മുടെ ഓവറോൾ കളർ തീമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് പറഞ്ഞത് നമ്മുടെ ബേ വിൻഡോ, അത് നമ്മൾ എല്ലാ റൂംസിലും തന്നെ ബെഡ്റൂംസിലെല്ലാം തന്നെ ബേ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. കർട്ടൻസ് എനിക്ക് ഒന്ന് യൂസ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാല് കേർട്ടൻസിന്റെ ആവശ്യം വരുന്നില്ല, എങ്കിലും നമ്മൾ കേർട്ടൻസിനുള്ള പ്രൊവിഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഡബിൾ വിൻഡോയ്ക്ക് ആ ഒരു കാര്യമുണ്ട്, നമുക്ക് കർട്ടൻസിനെ അവോയ്ഡ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു ഓപ്ഷൻ അവിടെ കിട്ടുകയാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കേർട്ടൻ റോഡ് കൊടുത്തിട്ടില്ല, പക്ഷെ ഈ സൈഡ് വരുന്നത് ഫ്രണ്ട് ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇട്ടിട്ടില്ല. അതെ, ഇട്ടിട്ടില്ല. അതുപോലെ ഈ ഒരു സ്പേസ് വാർഡ്രോബിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും മുകളിലത്തെ കബേർഡ്സിന് ലൈറ്റർ കളറാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ അതിനെ അങ്ങ് ഇരുണ്ട് പോവാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് മതിലിന്റെ കളറുമായിട്ട് അതേ സീലിംഗിന്റെ കളറായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഓവർഹെഡ് അതുപോലെ. അവിടെ ആണെങ്കിലും ഫ്ലോറിങ് ജസ്റ്റ് ഒരു വ്യത്യാസം വരുത്ത രീതിയിൽ ഒരു ടെറാക്കോട്ട കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ ആണെങ്കിലും ചെറിയ ബോർഡർ കൊടുത്തൊക്കെ തന്നെയാണ് ഈ ഒരു ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ. അങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഹോം ടൂർ കഴിഞ്ഞല്ലേ. ഈ ഒരു ബെഡ്റൂം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി കഥകളും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഇപ്പം ഇത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അപ്പൻ്റെ ഫീലിങ്സ് എന്താ, എന്ത് തോന്നുന്നു?
ഒരു 10 വർഷം മുമ്പേ തൊട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. വന്നപ്പോൾ പെട്ടെന്ന് ഇടിപിടിയുന്നായി പെരവണിയിലേക്ക് വന്നത്. കോവിഡിന്റെ സമയത്ത് കോവിഡ് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ആർക്കിടെക്ട്സിനെ നിപ്പുനും ലിറ്റനും കിട്ടിയത് ശരിക്കും ഒരു ഭാഗ്യമാണ്. അപ്പൊ ഇതിലേക്ക് എത്തിച്ചേരാൻ നിപ്പുവിന്റെ അടുത്തേക്കും ലിറ്റയുടെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളും കൂടി കേൾക്കാനുള്ള ക്ഷമയും കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ പ്ലാനായിട്ട് ഫ്ലെക്സിബിൾ ആയിരുന്നു. അവര് സംസാരിച്ചു നമ്മുടെ ഐഡിയാസ്. അതിനുവേണ്ടി അവർ കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം ചെയ്തു തരും അവര്. റോസ്മിൻ നിപ്പിന്റെ അടുത്തൊരു കാര്യം പറയുമ്പോൾ നിപ്പു നോന്നല്ല പറയാം, ആദ്യം നോക്കട്ടെ ചേച്ചി എന്ന് പറയും. എപ്പോഴും ആ രീതിയിൽ പ്രസന്റ് ആയിട്ടാണ് അവർ രണ്ടുപേരും നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ തോന്നൂലേ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നാൽ ഭംഗിയായിരിക്കും. അപ്പൊ നമ്മൾ അവരോട് അത് പറയുമ്പോൾ അവരത് നോക്കാം, അത് ശരിയാവും, അങ്ങനെ മാറ്റാം. അല്ലാതെ അതിന് മുമ്പ് ഇത് അവിടെ അത് ആദ്യം പറഞ്ഞില്ല എന്നും പറഞ്ഞ് അല്ല ചെയ്യാൻ പറ്റില്ല നോന്ന് പറഞ്ഞ് നിൽക്കൂല. പിന്നെ എല്ലാ കാര്യത്തിനും വേണ്ടി അവർ നമ്മളോട് ഒരുപാട് വന്നിട്ടുണ്ട് കൂടെ. ചെറിയൊരു കാര്യത്തിനായ പോലെ അതിനു വേണ്ടി അവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മോള് ബാംഗ്ലൂരായിരുന്നു വന്ന്, അവിടെ നിന്ന് ചില കാര്യങ്ങൾ പറയും. അപ്പം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരും, ഇവിടെ പ്ലാൻ ചെയ്യും, ഇവിടുത്തെ കാര്യങ്ങൾ ഇതെല്ലാം കൂടി അത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ പെരവണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും അത് ആർക്കും ഉണ്ടാവും, എത്ര കൂളായിട്ടുള്ള ആർക്കും ഉണ്ടാവും. ഉണ്ടെങ്കിലും അത് തീർന്നു കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റി. സ്വപ്നം കണ്ട പോലെ തന്നെ ഒരു വീട് പണിയാൻ പറ്റി. എനിക്കൊന്ന് എല്ലാ എലമെന്റും നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്റ്റൈലിലോട്ട് നമുക്ക് എല്ലാത്തിലും ഒരു പഴമ കാണാൻ പറ്റി. മുക്കിലും മൂലയിലായാലും കെട്ടിടപ്പണിക്ക് വന്നവരായാലും മരത്തിന് പരപ്പണിക്ക് വന്നവരായാലും കാർപ്പന്റ് കാർപ്പൻറ്റിങ് ഒക്കെ നല്ല പെയിന്റിങ് ആയാലും എല്ലാവരും തന്നെ നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചു. അതായത് ഒന്നങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയാതെ അതിൻ്റെതായ എല്ലാം എടുത്ത് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. പഴയ കാര്യങ്ങൾ ഒരുപാട് പഴയ മരങ്ങൾ റീയൂസ് ചെയ്തു. പഴയ വീട്ടിലെ ഫർണിച്ചറുകൾ ഒരുപാട് അതൊക്കെ നമ്മളോട് അവര് നന്നായിട്ട് സഹകരിച്ചു അല്ലെ. അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടു. അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. ക്ഷമ വേണം. വീട് പണി തുടങ്ങുമ്പോൾ ക്ഷമയാണ് ആദ്യം വേണ്ടത്. പിന്നെ കാത്തിരിപ്പും ആണ് അതിന്റെ പുറകെ. ഇപ്പൊ നമുക്ക് തന്നെ എന്തോരം ഐഡിയാസ് നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ആയി വന്നത്. എന്താ ഗാർഡൻ അങ്ങനെയായാലും അവരല്ല നമ്മുടെ ഗ്രീനറിയും നല്ലതാ. ഭയങ്കര ഒരു ഇത്തിരി ഇങ്ങോട്ട് ഉള്ളിലോട്ട് ആയതുകൊണ്ട് ഭയങ്കര ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയർ. ഇവിടെ തന്നെ ഒരു കിളിക്കൂടുണ്ട് ഇതിൽ തന്നെ. എന്തായാലും ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ അനാവശ്യമായിട്ട് ചെലവീടനും അവരെതിരായിരുന്നു. നമ്മളൊരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ അവരേക്കും അതിന്റെ ആവശ്യം എന്താ ചേട്ടാ ചേച്ചി എന്ന് ചോദിക്കാന്ന് വെച്ചാൽ അത് നമ്മള് വെറുതെ നിസ്സാര ഒരു കൊല്ലത്തിലോ ഒരു പ്രാവശ്യത്തിന്റെ ഇതിനോ വേണ്ടിയോ. ഇപ്പൊ ഇവിടെ ഉപയോഗിക്കാത്ത സ്പേസ് എന്ന് പറയാനായിട്ട് അങ്ങനെ വേസ്റ്റ് ആയി കിടക്കുന്ന സ്പേസ് ഇല്ല. എല്ലാ സ്ഥലത്തിനും ഒരു പ്രത്യേക, ഇവിടെ ഇരുന്ന ഒരു വൈബ്, കോട്ടിയാട്ടില് വേറൊരു വൈബ്, വരാന്ത കാർപോർച്ച് എല്ലാം ഗാർഡൻ, ഓരോ സ്ഥലത്തും ഒരേ വൈബാണ്. എല്ലാവരും പിള്ളേര് 3 പേര് വൈഫും എല്ലാം എൻ്റെ കൂടെ നിന്നു, അതിനുവേണ്ടി സഹകരിച്ചു. അതുകൊണ്ട് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റും.